എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹീഡിയസ് ആൻഡ് ടീഡിയസ് ടാസ്ക്. ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. കാര്യം ദൈവം ഒരു അപ്രാപ്യമായ ദീപ്തിപൂരത്തി വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് പോലെ ഒരു പ്രതിഭാസത്തെ അല്ല സ്നേഹിക്കുന്നത്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൂരങ്ങൾ കുറക്കുന്നത്. ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പരിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലളിതമായ റിലേഷൻസ് സാധ്യമാണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാനൊക്കെ ഓർക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം ഈ വണക്കമാസം കടസിയാണ് ഇന്ന്. അപ്പോൾ വണക്കമാസം കടസിയിൽ പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ പോയി കുടുംബത്തിലുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല, എല്ലാവർക്കും വായിക്കാൻ അറിയത്തില്ല നാട്ടിലെ എല്ലാവർക്കും. അപ്പോൾ വായിക്കാൻ അറിയുന്നവരെ 10-15 ഉണ്ട്. അറിയാൻ പാലാത്ത വീടുകളിൽ പോയിട്ട് വണക്കം വായിച്ചു കൊടുക്കും. കൊന്തയിലുണ്ട് ഇവിടെ കൂടും, അവിടെ പോയിരുന്ന് പാട്ട് പാടും. അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലുള്ള ഈ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു സ്നേഹമായിട്ട് അമ്മ എടുത്തു കാണും. അങ്ങനെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വരെ എത്തുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല ശരിക്കും. പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ തൈത്തെങ്ങന്ന് ഓലയുടെ ഈ ഓലയില്ലേ, ഓലപ്പയുടെ അറ്റത്ത് ഒരു ചെറിയ നാരുണ്ടല്ലോ, അത് പൊട്ടത്തില്ല. അതിങ്ങനെ വലിച്ചു പറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു പുന്നുണ്ടാകും. പുന്നെ നിറച്ച് പൂക്കളുണ്ടാവും. മുല്ലപ്പൂവിൻ്റെ മണം പോലെയാണ് പുന്നപ്പൂവിൻ്റെ മണവും. അത് നമുക്ക് കയറി പറിക്കാമെന്ന് പറ്റില്ല, ഭയങ്കര ഉയരത്തിലായിരിക്കും. പക്ഷെ താഴെ വീണ് കിടക്കും. താഴെ വീണാലും രാത്രി മഴ പെയ്താലും അത് മണ്ണടിഞ്ഞു പോയാലും അതിൻ്റെ മണം പോകത്തില്ല. അപ്പോൾ എനിക്ക് ഈ 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പരിപാടി ഇത് ഈ സമയത്ത് പോയി മെയ് മാസത്തിൽ പോയി ഈ പുന്നപ്പൂവൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് തോട് അവിടെ ഒഴുകുന്നുണ്ടാകും തെളിനീരിൽ. ഞാനും പുന്നപ്പൂവെല്ലാം അവിടെ കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേലിട്ട് എന്നിട്ട് ഈ ഓലയുടെ നാര് കൊണ്ട് കോർത്ത് മാതാവിൻ്റെ എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്താണ് കോർക്കണത്. എന്നിട്ട് മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിലെ, ആ രൂപത്തിലിടും. ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, മനോഹരമായിട്ട് നോക്കി വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യണതാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും ചെയ്യും. എൻ്റെ ആ പ്രായത്തോടെ എല്ലാവരും ഇതൊക്കെ ചെയ്യണമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവരെ പഠിപ്പിക്കണം നമ്മളിതൊക്കെ. കാര്യം ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ, ബന്ധം സ്നേഹിച്ച് തന്നെ ഇപ്പോൾ ചിലർ പറയും, എനിക്കെതിരൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടമൊക്കെ മാതാവിൻ്റെ രൂപത്തിനെടുത്ത് മുമ്പ് കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരുത്തനത് കണ്ടിട്ട് പറയുന്നത് വിഗ്രഹാരാധന. എന്ത് നോൺസെൻസാണെന്നറിയാമോ? അതായത് നമ്മളെ സംബന്ധിച്ചത് ഇതുപോലെ തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൽ നമ്മളിതുകൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മാതൃത്തിന് സന്നിധിയായി സമർപ്പിക്കുന്നത്. അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ. പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ, അത് പല തരമാണ് ശരിക്കും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത്? അത് കർത്താവിൻ്റെ വചനവും കർത്താവിനെ പോലെ തന്നെ വിലയുള്ളതും ആണ്. അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോടെ ചെയ്യണം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുറേ നാൾ സ്നേഹപ്രവർത്തികൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിൽ എത്താൻ കഴിയും. അന്ന് അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ്. കാര്യം ഈ മദറിലൂടെയാണ് അവരെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചുപോയി. പിന്നീട് 9ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ ഇടവകപ്പള്ളിയിൽ വന്നിട്ട് ദേവാലയത്തിൽ അപ്പം കാണിച്ചിരിക്കുന്ന സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ദേവമാതാവിനോടെല്ലാം പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി. എനിക്കുള്ളത് നമ്മുടെ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാൾ അമ്മയാണ്. അമ്മയായിട്ട് റിലേഷൻ സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും. അമ്മ നമ്മളെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരും. അമ്മയുടെ
ജീവിത ദൗത്യം തന്നെ ഈശോൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയോട് വന്ന് അമ്മ പറയണത്, ആ കുടുംബത്തെ മൊത്തം, ആ സമൂഹത്തെ മൊത്തം, ശിഷ്യന്മാരെ മൊത്തം അമ്മ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഷീസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ്. കാര്യം അത് എല്ലാവരെയും ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാർ എടുക്കുന്നത്. ചില ആൾക്കാർ ഉടമ്പടിയുടെ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ചില ആൾക്കാർ ഉടമ്പടിയുടെ വ്യക്തിയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ് ശരിക്കും. ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് ഈ ലോകത്തെയും നിൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ, നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ ഈശോൻ്റെ അടുത്ത് ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി, ഈ ലോകത്തിന് ഈശോനെ കൈമാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ സ്തുതിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ അമ്മ വണങ്ങപ്പെടണം. അതുകൊണ്ട് ഒരു മാസം തന്നെ അമ്മയുടെ വണക്കത്തിന് വേണ്ടി സഭ സ്ഥാപിച്ചത് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ, ഇന്ന് ശനിയാഴ്ച കൂടിയാണ്, ആർക്കെങ്കിലുമൊക്കെ അമ്മയുടെ പേരിൽ ദാനം കൊടുക്കണം. അതായത് നമുക്ക് അമ്മ വഴി ഈശോയിലേക്ക് വരികയാണല്ലോ നമ്മുടെ ഉദ്ദേശം. മത്തായി 25:40 ദാനധർമ്മം വഴിയാണ് നമ്മൾ ഈശോയിലേക്ക് വരുന്ന ഒരു അടയാളമാണ്. ആ മത്തായി 25:40 വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതാണ് സംഭവം. അപ്പം ഇതാണ് ശനിയാഴ്ച ദാനധർമ്മത്തിൻ്റെ ദിവസമാണ്, മാതാവിൻ്റെ ഭക്തന്മാർക്കെല്ലാം. പക്ഷെ അതങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പം അത് ഇന്നത്തെ ഒരു സൽക്രിയയായിട്ട് എടുക്കാം. നമുക്കുള്ളത് ഇല്ലാത്തവരുമായിട്ടത് പങ്കുവെച്ചുകൂടി നല്ല വെടിപ്പോടെയും സന്തോഷത്തോടെയും വണക്കത്തിനാണെങ്കിൽ പ്രേസ് നടത്തും.